ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ജി കെ വേൾഡ് PSCയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. എൻ്റെ പേര് ശിൽഗ. കഴിഞ്ഞ പാർട്ടുകളിലായി നമ്മൾ ഡിസ്കസ് ചെയ്തത് കഴിഞ്ഞ പ്രിലിമിനറി എക്സാമിൻ്റെ ഫസ്റ്റ് സ്റ്റേജിലെ ക്വസ്റ്റ്യൻ പേപ്പറിലെ GK പാർട്ട് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഈ ഒരു വീഡിയോയിലും നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം: മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെൻറ്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി? ആൻസർ വരുന്നത് 24-ാം ഭേദഗതി. 1971 24-ാം ഭേദഗതി. അടുത്തത്: സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലികാവകാശത്തെ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി? 44-ാം ഭേദഗതി. 1978 44-ാം ഭേദഗതി. അടുത്ത ചോദ്യം: പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ്? ആൻസർ അനുച്ഛേദം 16. അടുത്ത ചോദ്യം: അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏതു വകുപ്പ് പ്രകാരമാണ്? ഉത്തരം 359-ാം വകുപ്പ് പ്രകാരം. ദേശീയ അടിയന്തരാവസ്ഥയെപ്പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 352. അടുത്ത ചോദ്യം: ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നതെപ്പോൾ? ആൻസർ 1993. സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത് 1948 ഡിസംബർ 10 മനുഷ്യാവകാശത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് 1215 മാഗ്ന കാർട്ട. ഇന്ത്യയിൽ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ നിയമം നിലവിൽ വന്നത് 1993 സെപ്റ്റംബർ 28. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് 1993 ഒക്ടോബർ 12. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ രംഗനാഥ മിശ്ര. അടുത്ത ചോദ്യം: സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതാര്? ആൻസർ ഗവർണർ. 1998 ഡിസംബർ 11 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി 3 വർഷം അഥവാ 70 വയസ്സ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ MM പരീദ് പിള്ള. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെയും ചെയർമാനെയും നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതി. അടുത്ത ചോദ്യം: താഴെ പറയുന്നവരിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആര്? ആൻസർ കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി. അടുത്ത ചോദ്യം: സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ? ഉത്തരം മുഖ്യമന്ത്രി. അടുത്തത്: ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗമാര്? ആൻസർ ഡി അലോക് റവാത്ത്. അടുത്തത്: കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത് ഏത്? ഉത്തരം എ മഞ്ചേശ്വരം. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള പഞ്ചായത്ത് പാറശാല. തെക്കേ അറ്റത്തുള്ള ഗ്രാമം കളിയിക്കാവിള. തെക്കേ അറ്റത്തുള്ള താലൂക്ക് നെയ്യാറ്റിൻകര. തെക്കേ അറ്റത്തുള്ള നദി നെയ്യാർ. തെക്കേ അറ്റത്തുള്ള ലോക്സഭാ മണ്ഡലം തിരുവനന്തപുരം. വടക്കേ അറ്റത്തെ ഗ്രാമം തലപ്പാടി. വടക്കേ അറ്റത്തുള്ള താലൂക്ക് മഞ്ചേശ്വരം. വടക്കേ അറ്റത്തെ നദി മഞ്ചേശ്വരം പുഴ. വടക്കേ അറ്റത്തെ ലോക്സഭാ മണ്ഡലം കാസർഗോഡ്. അടുത്ത ചോദ്യം: ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളം? ആൻസർ 1.18%.
അടുത്തത് കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം. ആൻസർ കുണ്ടറ. കേരളം സിറാമിക്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് കുണ്ടറയിലാണ്. ഇൽമനൈറ്റ്, മോണോസൈറ്റ് എന്നീ ധാതുക്കളുടെ നിക്ഷേപം ധാരാളമായി കാണുന്ന ജില്ല കൊല്ലം. സ്ഫടികമണൽ, പഞ്ചാരമണൽ എന്നിവ കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ചേർത്തല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചുണ്ണാമ്പുകല്ല് കാണപ്പെടുന്ന പ്രദേശം വാളയാർ. കേരളത്തിലെ ആദ്യ കളിമൺ ഫാക്ടറി കുണ്ടറ. ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡ് ചവറ. കേരള മിനറൽ ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് ചവറ. അടുത്ത ചോദ്യം, മണ്ണിനെക്കുറിച്ചുള്ള പഠനം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ എ, പെഡോളജി. അടുത്ത ചോദ്യം, വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം. ഉത്തരം ബി, സൈലന്റ് വാലി. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട്. സിംഹവാലൻ കുരങ്ങിൻ്റെ ശാസ്ത്രനാമം മക്കാക്ക സിലനസ്. സിംഹവാലൻ കുരങ്ങുകൾക്ക് സൈലന്റ് വാലിയിൽ കാണപ്പെടാൻ കാരണം വെടിപ്ലാവുകളുടെ സാന്നിധ്യം. ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷിസങ്കേതം കടലുണ്ടി പക്ഷിസങ്കേതം. ഒരു പ്രത്യേക സസ്യവർഗത്തിൻ്റെ പേരിൽ സ്ഥാപിതമായ ഉദ്യാനം കുറിഞ്ഞിമല. അടുത്ത ചോദ്യം, തനിമ, കൃതിക എന്നീ പദ്ധതികൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട കേരള സർക്കാർ പദ്ധതിയാണ്? ആൻസർ ബി, കൈത്തറി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൈത്തറി ശാലയുള്ള ജില്ല കണ്ണൂർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൈത്തറി സഹകരണ സംഘങ്ങൾ ഉള്ളത് തിരുവനന്തപുരത്ത്. കൈത്തറി മേഖലയുടെ മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന കൈത്തറി വികസന കോർപ്പറേഷൻ. ഹാൻവീവിൻ്റെ ആസ്ഥാനം കണ്ണൂർ. ഹാൻടെക്സിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. പ്രാഥമിക കൈത്തറി സഹകരണ സംഘങ്ങളുടെ അപ്പെക്സ് സംഘം ഹാൻടെക്സ്. അടുത്ത ചോദ്യം, ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്റ്റ് വരുന്നത് എവിടെ? വിഴിഞ്ഞത്ത്. ആൻസർ സി, നീണ്ടകര. ഇൻഡോ സ്വിസ് കന്നുകാലി പ്രൊജക്റ്റ് മാട്ടുപ്പെട്ടി. രാജ്യത്തെ ആദ്യ മാതൃകാ കന്നുകാലി ഗ്രാമമാണ് മാട്ടുപ്പെട്ടി. കേരളത്തിലെ ആദ്യ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ വരുന്നത് വിഴിഞ്ഞത്ത്. കേരളത്തിലെ ആദ്യ കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ വരുന്നത് നീണ്ടകര. ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൂറിസം പ്രൊജക്റ്റ് തേന്മല. അടുത്ത ചോദ്യം, KSEBയുടെ ഏറ്റവും വലിയ ഡീസൽ പ്ലാന്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഡീസൽ പ്ലാന്റ് ഏത്? KSEBയുടെ ഏറ്റവും വലിയ ഡീസൽ പ്ലാന്റ് ഏത്? ആൻസർ ബ്രഹ്മപുരം. കേരളത്തിലെ ആദ്യത്തെ ഡീസൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുരം. കേരളത്തിലെ രണ്ടാമത്തെ ഡീസൽ പ്ലാന്റ് കോഴിക്കോട്ടിലെ നല്ലളം. കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയം കായംകുളം. കായംകുളം താപനിലയം സ്ഥിതി ചെയ്യുന്നത് ചൂലത്തെരുവ്. കായംകുളം താപനിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം നാഫ്ത. അടുത്ത ചോദ്യം, കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലമേത്? ആൻസർ എ, നിലമ്പൂർ. ബോക്സൈറ്റ് നിക്ഷേപം കൂടുതലുള്ള സ്ഥലം നീലേശ്വരം. മെർക്കുറി നിക്ഷേപം കൂടുതലുള്ള സ്ഥലം മൂരാട്, കോഴിക്കോട്. കേരളത്തിൽ അബ്രം നിക്ഷേപം കണ്ടെത്തിയ ജില്ല തിരുവനന്തപുരം. ഇരുമ്പ് നിക്ഷേപം കൂടുതലുള്ള ജില്ല കോഴിക്കോട്. കേരളത്തിൽ തീരദേശ മണലിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആണവധാതുവാണ് തോറിയം. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയ മറ്റ് സ്ഥലങ്ങൾ മേപ്പാടി, മാനന്തവാടി, വൈത്തിരി. അടുത്ത ചോദ്യം, കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 183 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. ആൻസർ ഡി, ഡിണ്ടിഗൽ, കൊല്ലം. അടുത്തത്, കേരളത്തിൻ്റെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആര്?
ആൻസർ ബി ആഗമാനന്ദ സ്വാമി. ആഗമാനന്ദ സ്വാമിയുടെ ആദ്യകാല നാമം കൃഷ്ണൻ നമ്പ്യാതിരി. അമൃതവാണി, പ്രബുദ്ധ കേരളം എന്നീ മാസികകൾ പ്രസിദ്ധീകരിച്ചത് ആഗമാനന്ദ സ്വാമികൾ. ഇതോടെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തതായി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അൺഅക്കാദമി എന്ന ഇന്ത്യയിലെ നമ്പർ 1 ലേണിംഗ് പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ്. അൺഅക്കാദമി കേരള PSC ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അൺഅക്കാദമി പുതുതായി ലോഞ്ച് ചെയ്ത ക്ലാസ്സാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിനുള്ള ക്ലാസ്സുകൾ. അഫോർഡബിൾ പ്രൈസിലായിരിക്കും ക്ലാസ്സുകൾ ലഭ്യമാവുക. ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സാണ് ലഭിക്കുക. സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോവുക. മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളെ എഡ്യൂക്കേറ്റേഴ്സുമായിട്ട് ലൈവായിട്ട് ഇൻ്ററാക്ട് ചെയ്യാൻ സഹായിക്കും. ബാച്ച് വൈസ് ആയിട്ടാണ് അൺഅക്കാദമി ആപ്പ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ജേതാവ് എന്ന പേരിൽ മാർച്ച് 31 LP UP എക്സാമിന് വേണ്ടി ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അടുത്തത് ആരംഭം 55 ദിവസത്തെ ഒരു 10th ലെവൽ പ്രിലിംസിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്ത ബാച്ചാണ്. മാർച്ച് 21 ആരംഭിച്ചത്. ദൗത്യം 150 ദിവസത്തെ ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ബാച്ചാണ്. മാർച്ച് 23 ആരംഭിച്ചു. അറിവ് 150 ദിവസത്തെ SSCRTCക്ക് വേണ്ടിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ബാച്ചാണ്. മാർച്ച് 16 ആരംഭിച്ചത്. ദൗത്യം 150 ദിവസത്തെ ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ടുള്ളൊരു ബാച്ചാണ്. മാർച്ച് 9 ആരംഭിച്ചത്. ആരംഭം 100 ദിവസത്തെ 10th ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ബാച്ചാണ്. മാർച്ച് 2 ആരംഭിച്ചു. ദൗത്യം 150 ദിവസത്തെ ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ബാച്ചാണ്. ഫെബ്രുവരി 24 ആരംഭിച്ചു. ഉയരെ 180 ദിവസത്തെ KSന് വേണ്ടിയിട്ടുള്ള ഒരു ബാച്ചാണ്. പ്രിലിംസ് ആൻഡ് മെയിൻസ് എക്സാമിന് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ബാച്ചാണ്. ഫെബ്രുവരി 10 ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തത്. ജേതാവ് ബേബ്കോ LTക്ക് വേണ്ടിയിട്ടുള്ള ഒരു 100 ഡേയ്സ് കംപ്ലീറ്റ് ബാച്ചാണ്. ജനുവരി 5 സ്റ്റാർട്ട് ചെയ്തു. അറിവ് 120 ദിവസത്തെ കംപ്ലീറ്റ് ബാച്ചാണ് SSCRTCക്കുള്ളത്. ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തത് ജനുവരി 19 അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്നവർ തീർച്ചയായും ഇന്ന് തന്നെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ഉറപ്പുവരുത്തുക. കാരണം ഇന്നത്തെ റേറ്റിൽ നാളെ മുതൽ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ ലഭിക്കുന്നതല്ല. നാളെ മുതൽ, അതായത് ഏപ്രിൽ 1 മുതൽ അൺഅക്കാദമിയുടെ എല്ലാ തരത്തിലുള്ള കോഴ്സിനും ഫീസ് ഹൈക്കാവുന്നതാണ്. അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങൾ PSC ഉദ്യോഗാർത്ഥികളാണെങ്കിൽ, നിങ്ങൾക്ക് PSC അൺഅക്കാദമി ആപ്പിലൂടെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ സബ്സ്ക്രൈബ് ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റിവെച്ചാൽ കൂടുതൽ തുക മുടക്കേണ്ടി വരും. ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഷാഫി II എന്ന കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പം വൈകാതെ ഇന്ന് തന്നെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ഈ ഒരു കുറഞ്ഞ റേറ്റിൽ ഉറപ്പുവരുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.